കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ദൈവപിതാവേ, യേശുവേ നാഥാ, ആരാധന. ദിവ്യാത്മാവേ, ആരാധന. ത്രിയേക ദൈവമേ, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ദൈവപിതാവേ, ആരാധന. യേശുവേ
അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ സഭയുടെ വിവേചന അധികാരത്താൽ നടക്കുവാൻ ഇടയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ദൈവപിതാവേ, ദൈവപിതാവേ, യേശുവേ നാഥ, ദിവ്യാത്മാവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ വാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ദൈവപിതാവേ, യേശുവേ നാഥ, ആരാധന. ദിവ്യാത്മാവേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങൾ ഇപ്പോഴേ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. സ്വസ്ഥമായ സന്തോഷത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, മഹത്വം കർത്താവേ. ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ പിതാവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. മക്കളെ, നമ്മളെ കർത്താവിൻ്റെ തനിസന്നിധാനത്തിലാണ് ഇരിക്കുന്നത്. ദിവ്യകുർബാനയുടെ തിരുസന്നിധിയിലെന്നല്ല പറയേണ്ടത്, ദിവ്യീശോയുടെ തനിസന്നിധാനത്തിൽ നമ്മളിരിക്കുകയാണ്. അഥവാ നിൻ്റെ ക്ലേശത്തിൻ്റെ ഒരു കാലം, നിൻ്റെ ക്ലേശത്തിൻ്റെ കാലം കർത്താവ് നിന്നെ ഈ തനിസന്നിധാനത്തിലിരിക്കാൻ വിളിച്ചിരിക്കുന്നതാണ്. അത് നീ സ്വയമേധ എടുത്ത ഒരു തീരുമാനമല്ല. ബൈബിൾ പറയുന്നുണ്ട്, കർത്താവിൻ്റെ അടുത്ത് വരാൻ കഴിയണതെല്ലാം ആകർഷണമാണ്, വരമാണ്, വെളിയാണ്. ഇതെല്ലാം പറയുന്ന യോഹന്നാൻ്റെ സുവിശേഷമാണ്. 6-ാം അധ്യായത്തിൽ 37, 54, 67 തിരുവചനങ്ങളിലെ എല്ലാം ഇത് കർത്താവിൻ്റെ അടുത്ത് വരാൻ ലഭിക്കുന്ന അവസരം നമ്മുടെ സ്വന്തം തീരുമാനമല്ല, അത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദവുമല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം നിന്നെ സ്നേഹിക്കുന്നു, വിളിക്കുന്നു. ഇതൊരു വരമാണെന്ന് പറയും. വരമാണെന്ന് പറയാൻ കാര്യം, എനിക്കിവിടെ ഈ വരം ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ദാവീദിനാണ്, മനുഷ്യന്മാരിലെ. അതൊരു വരമാണ്, അഭിഷേകമാണത്. അതായത് അന്തഛിദ്രമുള്ള കാലത്ത്, അട്ടിപ്പതറുന്ന കാലത്ത്, ആത്മനാശത്തിൻ്റെ കാലത്ത്, അപകടത്തിൻ്റെ കാലത്ത് കർത്താവിൻ്റെ അടുത്തിരിക്കാൻ ആത്മാവിൻ്റെ ഒരു അഭിവാഞ്ചയുണ്ട്. അത് ഒരു അഭിഷേകമാണ്. ഈ അഭിഷേകം
ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ദാവീദിനാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ചില ബൈബിൾ ഭാഗങ്ങൾ അതിൻ്റെ ആമുഖങ്ങൾ വായിക്കാനിടയായി, പ്രത്യേകിച്ച് ദാവീദിൻ്റെ. അപ്പോൾ ഈ ആമുഖങ്ങൾ പ്രത്യേകിച്ച് 34-ാം സങ്കീർത്തനം തുടങ്ങുന്നത്, അതിൽ ദാവീദ് കുറേ കാര്യങ്ങൾ സങ്കടത്തോടെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. എന്താ പറയണത്? കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അച്ഛനോട് ചേർന്ന് ഈ വചനം പറഞ്ഞേ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കാലം ഉണ്ട് അവിടെ, സ്തുതികളുടെ കാലം. എന്താണ് ദാവീദ് പറയണത്? അവിടുത്തെ സ്തുതികൾ സന്തോഷം വരുമ്പോൾ മാത്രം എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും എന്നല്ല, അവിടുത്തെ നമുക്ക് വിജയം കിട്ടുമ്പോൾ മാത്രം അവിടുത്തെ സ്തുതികൾ എൻ്റെ അധരങ്ങൾ ഉണ്ടായിരിക്കും എന്നല്ല. പിന്നെന്താണ്? സങ്കീർത്തനം 34:1 എന്താണ്? അവിടുത്തെ സ്തുതികൾ പറഞ്ഞ് അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്തുതികൾ ദാവീദിൻ്റെ അധരത്തിൽ ഉണ്ടായത് എപ്പോഴാണെന്ന് നോക്കിയാൽ ഈ സങ്കീർത്തനത്തിൻ്റെ സിറ്റുവേഷൻസ് എന്താണ്? 34-ാം സങ്കീർത്തനത്തിൻ്റെ സിറ്റുവേഷൻസ് ബൈബിൾ പറയുന്നുണ്ട്. ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. അബിമലേക്കിൻ്റെ മുമ്പിൽ ബുദ്ധിഭ്രമം നടിക്കുകയും ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്തപ്പോൾ പാടിയത്. അബിമലേക്ക് ദാവീദ് കൊന്ന ഗോലിയാത്തിൻ്റെ വാൾ സൂക്ഷിക്കുന്ന ഒരു പുരോഹിതനാണ്. നിരായുധനായിട്ട് സാവൂളിനാൽ വേട്ടയാടപ്പെട്ട് നിരായുധനായിട്ട് ആണ് ഈ ജീവിതത്തിൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അബിമലേക്കിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. പക്ഷെ അവിടെ വന്നപ്പോൾ ദാവീദ് ഭ്രാന്തായിട്ട് അഭിനയിച്ചു. എന്താ കാര്യം എന്നറിയാവൂ? ഇത് രഹസ്യമായിട്ടുള്ള ഒരു അഭയമായിരുന്നു. രഹസ്യമായിട്ട് അബിമലേക്കിൻ്റെ അടുത്ത് തനിക്കൊരു സങ്കേതം കിട്ടും എന്ന് വിചാരിച്ച് അഭയത്തിന് വേണ്ടി വന്നതാണ്. പക്ഷെ അവിടെ ഒരു അബദ്ധം പറ്റി. അങ്ങേര് വിചാരിക്കാത്ത, ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവും, അഭയത്തിന് വേണ്ടി ചെല്ലണത് അബദ്ധമായി മാറും. ചിലപ്പോൾ അഭയത്തിന് വേണ്ടി ചെന്നതേ ചിലപ്പോൾ അബദ്ധമായി മാറും. ഈ ഇങ്ങനെയുള്ള കാലങ്ങളിലൂടെയെല്ലാം മനുഷ്യൻ കടന്നു പോകും. നമ്മുടെ ജീവിതത്തിലും വരും ഇതുപോലെ ഒരു സംഭവമാണ്. സാവൂള് ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓടിച്ചിട്ട് ഈ മനുഷ്യന് അഭയത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉറ്റ ഒരു മിത്രമായിരുന്നു ഈ അബിമലേക്ക് പുരോഹിതൻ. അദ്ദേഹം ഗാത്തിലോ എവിടെയാണ് താമസിക്കുന്നത്, ഒത്തിരി വടക്കാണ് ഇസ്രായേലിന്. ഈ മനുഷ്യൻ ഓടിക്കിതച്ച് അബിമലേക്കിൻ്റെ അടുത്ത് അഭയത്തിന് വരുമ്പോഴുണ്ട് അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. ആരാണ്? താൻ ആരെയാണ് ഓടിച്ചിട്ടത്, ആരെ പേടിച്ചാണോ താൻ ഓടിയത്, ആ സാവൂളിൻ്റെ ഒരു ഒറ്റുകാരൻ അബിമലേക്കിൻ്റെ കൂടെ നിൽക്കുന്നത്. അത് കണ്ട് ദാവീദ് വേർത്തുപോയി. കാര്യം തൻ്റെ ഒളി സങ്കേതം ഉടനെ ചാരൻ അവിടെ എത്തിക്കും. ഇങ്ങനെ ഒരു വലിയ സംഭ്രമജനകമായ ഈ ഹൃദയം വിറക്കണ ഒരു സമയത്താണ് ദാവീദ് പാടണത്. എന്താ പാടുന്നത്? അതാണ് 34-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. എന്താ പറയണത്? എന്ത് ഒറ്റുകാരനുണ്ടായാലും ശരി, ആരെൻ്റെ തലക്ക് വില പറഞ്ഞാലും ഞാൻ പ്രഖ്യാപിച്ചാലും ശരി, എന്താണ്? അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. പ്രൈസ് ദ ലോർഡ്. അതാണ് സങ്കീർത്തനം 34:1 എന്ന് പറയണത്. എന്നിട്ട് പറഞ്ഞ അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരത്തിൽ ഉണ്ടായിരിക്കും. അപ്പം നിൻ്റെ മോശമായ നെഗറ്റീവായിട്ടൊരു കാലഘട്ടമാണെങ്കിലും കർത്താവിന് നിനക്ക് സ്തുതിക്കാൻ കഴിഞ്ഞാൽ നിൻ്റെ ഈ കാലഘട്ടം ടക്കെന്ന് ചേഞ്ച് ചെയ്യണ കാണാം. അത് അച്ഛൻ പിന്നീട് അതിനെക്കുറിച്ച് പറയും. അപ്പം നിൻ്റെ കാലം വളരെ മോശമാണെന്ന് വിചാരിച്ചോ? മനുഷ്യന്മാരല്ലേ, കാലങ്ങൾ ഇങ്ങനെ മോശമാകും.
വിഭിന്ന കാലം എന്ന് പറയുന്നുണ്ട്. വിഭിന്ന കാലം, മനുഷ്യന് ദൈവം വിഭിന്ന കാലങ്ങൾ. അതെനിക്ക് തോന്നുന്നത് ഈ നടപടി പുസ്തകത്തിൻ്റെ 17:26 26-27 നടപടി പുസ്തകത്തിൻ്റെ 17:27 ദൈവം മനുഷ്യന് വിഭിന്ന കാലങ്ങൾ, അതാണ് 17:27 ദൈവം മനുഷ്യന് വിഭിന്ന കാലങ്ങൾ. ഇപ്പം നിങ്ങളുടെ കാലം ഇപ്പം മോശമാണെന്ന് വിചാരിച്ചോ, അതല്ല നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വന്നത്. വിഭിന്ന കാലമാണ്, ഇതൊരു മോശം കാലമാണ്. ചില സമയത്ത് ആൾക്കാർ സന്തോഷത്തിൻ്റെ കാലം ഉണ്ടാവും, സാക്ഷ്യം പറയാൻ വരുന്ന കാലം, അട്ടിച്ച് പൊളിച്ച് അതിസന്തോഷത്തോടെയാണ് ആൾക്കാർ സാക്ഷ്യം പറയുന്നത്. അപ്പം അത് സന്തോഷത്തിൻ്റെ കാലമാണ്. പക്ഷേ വിഭിന്ന കാലത്തിൽ മനുഷ്യന് എന്നും കൊന്നും ഇതുപോലെ സന്തോഷം ഉണ്ടാകത്തില്ല. എന്താ കാര്യം? മനുഷ്യൻ്റെ പരമമായ സന്തോഷം ദൈവമാണ്. അതുകൊണ്ട് സങ്കീർത്തകൻ പറയണമെന്ന് വെച്ചാൽ ഈ വിഭിന്ന കാലം വരാൻ കാരണം അതാണ്. എന്താണ്? സ്വന്തം അനുഭവത്തിലൂടെ, ഏറ്റു പറഞ്ഞേ, സ്വന്തം അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പം ഇവിടുത്തെ വിഷയം, വിഭിന്ന കാലങ്ങൾ മനുഷ്യന് നൽകുന്നത് സ്വന്തം അനുഭവത്തിലൂടെ മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ കാലങ്ങളും വിവേകത്തോടെ വിധിച്ചറിഞ്ഞ് ഈശോയെ നിന്നെ കണ്ടെത്താനുള്ള സമയമാണെന്ന് തിരിച്ചറിയാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുത്തവരുടെ വിഷയങ്ങളെ ഓർക്കുക. ഉടമ്പടി എടുക്കാനിരിക്കുന്നവരും നിങ്ങൾ കർത്താവിനെ തിരുസേന സമർപ്പിക്കാനിരിക്കുന്ന വിഷയങ്ങൾ ഓർക്കുക. ഇപ്പോഴ് കർത്താവ് എനിക്ക് തന്ന പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ നിങ്ങളുടെ ജീവിത ദുരിതങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നവരെല്ലാവരും ഏകാഗ്രതയോടെ എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ എൻ്റെ കണ്ണുനീര് കർത്താവ് മായ്ച്ച് കളയും. കിടപ്പ് രോഗികളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കിടന്ന് കരയുന്ന ഇടത് കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇറ്റ് കവിളിലേക്ക് വീഴുന്നൊരു വ്യക്തിയെ കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ വ്യക്തിയെ കിടപ്പ് രോഗത്തിൽ നിന്ന് കർത്താവ് ഇപ്പോഴും മോചിപ്പിക്കും. ഏകാഗ്രതയോടെ കർത്താവാണ് നിൻ്റെ അടുത്തേക്ക് വചനത്തിലൂടെ വരുന്നത് എന്നോർത്ത് കർത്താവിൽ ആശ്വാസം പ്രാപിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഏത് തരത്തിലുള്ള ആശ്വാസവും കർത്താവ് നിനക്ക് തരാൻ കഴിയും. ആശ്വാസങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ തരങ്ങളുണ്ട് കർത്താവിൻ്റെ ദർശനത്തിൽ. പ്രത്യാശയ്ക്ക് പോലും തരങ്ങളുണ്ടെന്നാണ് പറയണത്. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ? ആശ്വാസങ്ങൾക്കും പ്രത്യാശകൾക്കെല്ലാം തരങ്ങളുണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹോപ്സ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹീലിംഗ്. കർത്താവിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ആശ്വാസത്തിനും സൗഖ്യത്തിനും എല്ലാം തരാതരങ്ങളുണ്ട്.
ഏത് തരത്തിലും കർത്താവിന് നിന്നെ ആശ്വസിപ്പിക്കാം. മേ ബി ഇൻ ഫിസിക്കൽ, മേ ബി ഇൻ മെൻ്റൽ ഓർ സൈക്കിക്, മേ ബി ഇൻ സ്പിരിച്വൽ. ഏത് മേഖലയിലും നീ സൗഖ്യം പ്രാപിക്കും. മാനസികമാകാം, ശാരീരികമായും ആത്മീയമാകാം. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാവീദിനെ സംരക്ഷിച്ച ഗുഹയുടെ തണൽ പോലെ നിന്റെ ചിറകുകൾ കർത്താവ് വിനാശത്തിൻ്റെ കാലത്ത് സങ്കീർത്തനത്തിൻ്റെ 59:1 പ്രാർത്ഥിക്കുന്ന കർത്താവേ, 57:1 പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും തിരുസഭയ്ക്ക് കർത്താവേ നിൻ്റെ ചിറക് നീട്ടി കൊടുക്കണമേ. അതുപോലെ തിരുസഭയിൽ വേദനിക്കുന്ന ഓരോ രോഗികൾക്കും കർത്താവേ ഉടമ്പടി ആശ്രയിച്ച് നാനാജാതി ഭക്തർ കർത്താവേ പ്രാർത്ഥിക്കുന്ന ഉടമ്പടി പ്രാർത്ഥന എടുത്ത മക്കൾ കർത്താവേ, ഈ പ്രാർത്ഥന ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾ കർത്താവേ, അവരാര് തന്നെയായാലും എന്ത് തന്നെ ക്ലേശങ്ങളായാലും കർത്താവേ, നിന്റെ ചിറകുകൾ കർത്താവേ ഇപ്പോൾ അങ്ങനെ വിരിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. നിന്റെ ചിറകുകൾ കർത്താവേ ഇപ്പോൾ വിരിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം കർത്താവേ 69 കർത്താവേ 4 പ്രാർത്ഥിക്കുന്നു. കർത്താവേ 69:13 പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങേക്ക് ഉചിതമെന്ന് കരുണാസമ്പന്ന അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ ഉത്തരവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ പ്രാർത്ഥനയെ കർത്താവേ സങ്കീർത്തനം 69:17 അനുസരിച്ച് കർത്താവേ അങ്ങനെ തിരുസന്നിധി വീണ്ടും കർത്താവേ തിരുസന്നിധി തിരുത്തുന്നതിന് വേണ്ടി സമർപ്പിക്കുന്നു. കർത്താവേ അങ്ങയുടെ മനസ്സനുസരിച്ച് കർത്താവേ വേഗം അവന് ഉത്തരവ് കൊടുക്കുന്ന കർത്താവേ. മനുഷ്യൻ്റെ മാനുഷിക അവസ്ഥ തന്നെയായാലും ഈ രാജ്യത്തിൻ്റെ ഓരോ രാജ്യങ്ങളെ നിയമപരമായ അവസ്ഥകൾ എന്തു തന്നെയായാലും കർത്താവേ, ആ നിയമത്തിൻ്റെ ഔചിത്യം കർത്താവേ, അതുപോലെ ലോകത്തിൻ്റെ സാഹചര്യത്തിൻ്റെ ഔചിത്യം കർത്താവേ, അതിനേക്കാളെല്ലാം വലുതാണല്ലോ കർത്താവേ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യം കർത്താവേ. ആ കാരുണ്യം കർത്താവേ അങ്ങ് മരിച്ചുയർത്തെന്നേറ്റ് കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി നേടിത്തന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തെ കർത്താവേ, അങ്ങയുടെ മക്കളൊക്കെ വേദന അനുഭവിക്കുന്നവർ, രോഗപീഡിതര്, ജീവിതം ദുരിതം തകർന്നവർ കർത്താവേ, അവിടെ മേൽ ഈ നിമിഷം കർത്താവേ അങ്ങ് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തില് കുരിശിൻ്റെ അടയാളത്തില് ദൈവശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശു നാമത്തില് മാറിപ്പോകട്ടെ. ഒരുമിച്ച് പാടുക, നമ്മിൽ ആരും മുറിയാതിരിക്കുവാൻ. നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാടും യാഗമായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 ആരാധന ആരാധന. ഹല്ലേലൂയ പരിശുദ്ധ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും